നമസ്കാരം. നമ്മുടെ രാജ്യത്തെ സുഡാപ്പികൾക്ക് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. എവിടെ എന്ത് പരിപാടി നടന്നാലും, ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടന്നാലും അവിടെ ഓടിച്ചെന്നിട്ട് പാലസ്തീന്റെ പതാക എടുത്തു കൊണ്ടുവന്ന് ഇങ്ങനെ പൊക്കി ഉയർത്തി കാണിക്കും. ഈ ഒരു സ്വഭാവം കുറെ നാളുകളായിട്ട് പല പ്രദേശങ്ങളിൽ നടത്തിയാണ്. ഇപ്പോ ദില്ലി JNU യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഈ SFIയുടെയും AISFന്റെയും പ്രവർത്തകരും സുഡാപ്പികളും എല്ലാവരും കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് ഈ യൂണിയൻ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുന്ന സമയത്ത് ഈ സാധനം എടുത്ത് പൊക്കി കാണിക്കുകയാണ്. ഇവന്മാർ എന്തിനാണ് ഈ പട്ടി ഷോ കാണിക്കുന്നത് എന്നാണ്. അപ്പൊ ഇത് പൊക്കി കാണിക്കുന്ന സമയത്ത് ഏത് സമയവും എല്ലാ സ്ഥലങ്ങളിലും ഇത് കാണിക്കുന്ന സമയത്ത് ഇതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ കുറച്ച് മോശമായിട്ടുള്ള പരിപാടി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രതികരിക്കാമെന്നുള്ള തീരുമാനത്തോടു കൂടി ABVPയുടെ ചുണക്കുട്ടികൾ ഈ സാധനം എവിടെ നിന്നും എടുത്തു കൊണ്ടുവന്നല്ല ചെയ്തത്. ഈ SFIയുടെയും AISFന്റെയും അതോടൊപ്പം തന്നെ സുഡാപ്പി കുഞ്ഞുങ്ങളുടെയും എല്ലാം കയ്യിൽ നിന്ന് ഇവന്മാരിത് ഉയർത്തി കാണിക്കുന്ന സമയത്ത് ആ പതാക ഇങ്ങോട്ട് പിടിച്ചു വാങ്ങി അത് അവരുടെ മുന്നിൽ വെച്ച് തന്നെ കത്തിച്ച് റോട്ടിലെറിയുന്ന ഒരു സംഭവമാണ് കണ്ടത്. അപ്പോൾ ഇതോടുകൂടി ഒരു കാര്യം മനസ്സിലാക്കുക, പ്രതികരണം എന്നുള്ളത് കൃത്യമായിട്ട് നടത്തേണ്ട സ്ഥലത്ത് നടത്തിയില്ലെങ്കിൽ അതൊരു സുഖക്കുറവ് തന്നെയാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ABP നടത്തിയിരിക്കുകയാണ്. അതും അല്ല, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ പറയുന്ന JNU യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൽ കൗൺസിലർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 42-ൽ 23 സീറ്റുകളും ABVP നേടി. ഏകദേശം JNU കാവി പുതച്ചു എന്നുള്ള ഒരു സംഭവം കൂടി നമ്മൾ മനസ്സിലാക്കുക. ഇത്രയും കാലം മറ്റേ കോട്ടയാണ് മറിച്ച കോട്ടയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് ഒരു വലിയ വമ്പൻ മാറ്റമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഈ പതാക കത്തിച്ചവർക്കെതിരെ നടപടി എടുക്കണമെന്ന് ആണ് ഇങ്ങനെ നിരന്തരം. ആര് നടപടി എടുക്കാൻ? ദില്ലി ഭരിക്കുന്നത് സുഡാപ്പികളാണോ? ദില്ലി ഭരിക്കുന്നത് സുഡാപ്പികളാണ്. സുഡാപ്പികളുടെ കാല് നക്കിയിരുന്ന കെജ്രിവാളാണോ ദില്ലി ഇന്ന് ഭരിക്കുന്നത്? അല്ല, അവിടെ BJP ആണ് ഭരിക്കുന്നത്. BJPക്ക് അറിയാം എന്താണ് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് ആര് അവിടെ എന്തെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഭീകരവാദ രാഷ്ട്രമാണ് പാകിസ്ഥാനെ പോലെ തന്നെ. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം വന്ന സമയത്ത് പാലസ്തീൻ ആർക്കൊപ്പമായിരുന്നു? 1999-ൽ പരസ്യമായിട്ട് അവര് പാകിസ്ഥാന് പിന്തുണ കൊടുക്കുകയും പറ്റുമെങ്കിൽ സൈനിക സഹായം കൂടി ചെയ്യാൻ സാധിക്കുന്ന സ്ഥലങ്ങളിൽ ഞങ്ങളെ കൊണ്ടാകുന്ന ഒരു സഹായം ചെയ്യുമെന്നുള്ള രീതിയിലേക്കാണ് പാലസ്തീൻ പറഞ്ഞത്. കൂട്ടത്തിൽ ഹമാസിന്റെ ഭീകരവാദികൾ ഈ പാകിസ്ഥാൻ ഭരണകൂടവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവിടുത്തെ തീവ്രവാദികളുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൃത്യമായിട്ട് ബന്ധം സ്ഥാപിക്കുകയും മുന്നോട്ട് വരികയും ചെയ്യുന്ന കാലഘട്ടമായിരുന്നു ഈ കഴിഞ്ഞ കുറെ നാളുകളായിട്ട്. അവസാനമായിട്ട് ഈ പറയുന്ന ഫെബ്രുവരി മാസമാണ് ഈ ഹമാസിന്റെ ഭീകരവാദ തലവന്മാര് പാകിസ്ഥാൻ അതിർത്തിയിൽ ഈ രീതിയിൽ സൈനികമായിട്ടുള്ള രീതിയിലുള്ള മറ്റ് ഒരുപാട് കലാപരിപാടികൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്ത് മുന്നോട്ട് വന്നു. ഇതൊക്കെ പരസ്യമാണ്. ഇതൊക്കെ നമ്മുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളും അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഇന്റലിജൻസ് എല്ലാം ഇത് പുറത്തുവിട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞ, ഇന്റലിജൻസ് മേധാവി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ട് ഹമാസിന്റെ ഭീകരന്മാർക്ക് കൂടി ഇതിൽ പങ്കാളികളാണ്. അവർ എങ്ങനെയാണ് ഒക്ടോബർ 7-ാം തീയതി 2023-ൽ ആക്രമണം നടത്തിയത്, അതേ സമാനമായിട്ടുള്ള ആക്രമണമാണ് ജമ്മു കാശ്മീരിൽ നടന്നിരിക്കുന്നത്. മതം ചോദിച്ച് അവരുടേതായിട്ടുള്ള ആ ഒരു ഭീകര സ്വഭാവം അവരോട് കാണിച്ച് അതിനെയൊക്കെ സിമ്പിളായിട്ട് നിസാരവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ മോദി സർക്കാരിന്റെ ഒരു പരാജയമാണ്, നമ്മുടെ സൈന്യം എന്തെടുക്കുകയായിരുന്നു, ഇന്റലിജൻസ് വിഭാഗം എന്തെടുക്കുകയായിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ഇവന്മാർ ഇങ്ങനെ പറഞ്ഞത്. ഇതേ കാഴ്ചപ്പാടും ഇതേ മാനസികാവസ്ഥയുള്ള ആളുകളാണ് ദില്ലിയിൽ എന്താണ് ചെയ്തത്? ഈ പറയുന്ന പാലസ്തീന്റെ പതാകയുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ പാലസ്തീൻ പതാകയുമായിട്ട് മുന്നോട്ട് വരുന്നവരോട് ഒരേ ഒരു കാര്യം മാത്രമേ ഈ ഒരു സമയത്ത് പറയാനുള്ളൂ. രാജ്യത്ത് ദില്ലിയിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ലെവലിൽ നീ സമ്മാനങ്ങൾ ഇനി കിട്ടാൻ പോകണം. നല്ല പൊതിഞ്ഞ് കെട്ടി വെച്ചിരിക്കുകയാണ് ഓരോ സമ്മാനങ്ങൾ, കൃത്യമായിട്ട് കിട്ടും. ഇന്ത്യ മഹാരാജ്യത്ത് ഈ രാജ്യത്തോട് കൂറ് പുലർത്തുന്ന ആളുകൾ മതി. പാലസ്തീൻ ഇന്ത്യയോട് യാതൊരു കൂറുമില്ല. മനുഷ്യാവകാശ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് നൽകാത്ത, അവർക്ക് ലഭിക്കാത്ത എന്ത് മനുഷ്യാവകാശമാണ് ഇവർക്ക് ലഭിക്കേണ്ടത്? അപ്പൊ ഇതുപോലെ തന്നെ സമാനമായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് ജിഹാദി ഭീകരവാദികളെ അടിവേരറക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആരാണ്? അവർക്കൊപ്പമാണ് ഇന്ത്യ മഹാരാജ്യം. ആ ഭീകരാക്രമണം നടന്ന ഉടൻ തന്നെ നരേന്ദ്രമോദി പ്രധാനമന്ത്രി അദ്ദേഹം കൃത്യമായിട്ട് ട്വീറ്റ് ചെയ്തിരുന്നു, ഇതൊരു ഭീകരാക്രമണമാണ്, ഇസ്രായേലിനൊപ്പം. ഇത്രേ ഉള്ളൂ. അവിടെ തിരിച്ചടിയുടെ സമയത്ത് അവിടെ ആർക്ക് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതിനൊന്നും ഇവിടെ യാതൊരുവിധ പ്രസക്തിയുമില്ല. യുദ്ധമുണ്ടാകുന്ന സമയത്ത് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ മാത്രമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തിനേറ്റ പരിക്ക് അതിന് എത്രത്തോളം ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ അതാണ് ഇസ്രായേൽ ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഇനി തുടരും. അതിപ്പോഴും അവർ നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഇസ്രായേലിലെ പല വാർത്തകളും പുറത്തുവിടാനായിട്ട് പലർക്കും, പാലസ്തീനിലെ പല വാർത്തകളും പുറത്തുവിടാൻ പറ്റുന്നില്ല. മീഡിയ 1 ആണ് ഇതിന് വലിയ രീതിയിലുള്ള
സംഭവമായിട്ട് നടത്തിയിരുന്നത്. കാരണം ഭീകരവാദികളെ കൊണ്ട് ലോകം മുഴുവനും പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും അതൊരു സ്ഥലത്തല്ല. ഇന്ന് ലോകത്തിലൊരു 100 സ്ഫോടനം നടക്കണമെങ്കിൽ 100 ഈ ജിഹാദി ഗ്രൂപ്പുകൾ മാത്രം സെലക്റ്റീവായിട്ട് അവർ തന്നെ നടത്തുന്നതാണ്. എത്രയോ ഭീകരവാദ സംഘടനകൾ. ഇപ്പൊ ദില്ലി കേന്ദ്രീകരിച്ച് തന്നെ 5000-ഓളം പാകിസ്ഥാൻ പൗരന്മാരുണ്ടെന്നാണ്. അവരുടെ റിപ്പോർട്ടുകൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ ഇന്റലിജൻസ് വിഭാഗം കൈമാറിയിരിക്കുകയാണ്. അപ്പൊ അവരൊക്കെ ചവിട്ടി ഓടിക്കാൻ പോകുന്നു പൂർണ്ണമായിട്ട്. ഇവിടെ ഒരു ജോലിയും ഒരു മണ്ണാങ്കട്ടയും ഒരു സേവനവും ഈ പാകിസ്ഥാൻ ജിഹാദികളെ വേണ്ട. അപ്പൊ ഈ കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഖാലിദ് ഉമറിനെ പോലെയുള്ള ജമ്മു കാശ്മീരിൽ നിന്നുള്ള JNU വിദ്യാർത്ഥികൾ അടക്കമുള്ള ഇതുപോലെ ഒരുപാട് ഈ നമുക്കറിയാലോ, ഈ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് JNUവിൽ എന്താണ് സംഭവിച്ചിരുന്നത്? അവിടെ എത്രത്തോളം വലിയ രീതിയിൽ ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ വന്നിട്ടുണ്ട്. പാകിസ്ഥാനെ ജയ് വിളിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വന്നു. ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി സംഘപരിവാർ സംഘടനകൾ ABVP-യിലൂടെ ഒരു പരിവർത്തനമാണ് യഥാർത്ഥത്തിൽ JNUവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മാറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവര് സഖ്യ ടീമായിട്ട് കുറെ നാളുകളായിട്ട് ഒന്നിച്ച് മത്സരിക്കുന്ന സമയത്ത് എന്നും ഇതുപോലെ മത്സരിച്ച് കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുമെന്നാണ്. രാജ്യദ്രോഹികളും ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് യഥാർത്ഥത്തിൽ JNUവിൽ കണ്ടിട്ടുള്ളത്. അപ്പൊ JNUവിനെ സംബന്ധിച്ച് അവിടെ ഇതുപോലെയുള്ള പതാക കത്തിക്കാനായിട്ട് മുന്നോട്ട് വരുന്ന ഏത് SFIക്കാരൻ, ഏത് ASFകാരനാണെങ്കിലും അവരുടെയൊക്കെ അന്ത്യകൂദാശ നടത്തിയിട്ട് മാത്രമേ ABVP അവിടുത്തെ ഈ രീതിയിലുള്ള കലാപരിപാടികൾ അവസാനിപ്പിക്കുള്ളൂ. അതിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഈ പറഞ്ഞ പാലസ്തീൻ പതാക വലിച്ച് കത്തിച്ചെറിഞ്ഞുകൊണ്ടുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ. അപ്പോൾ ഇത് ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റമാണ്. അത് വ്യാപകമായിട്ടുണ്ടാവുകയാണ്. രാജ്യദ്രോഹികളെ പിന്തുണക്കുന്നവരൊക്കെ ആരാണെന്ന് ലോകം മുഴുവനും തിരിച്ചറിയുന്ന അവസ്ഥയിലൂടെ കാര്യങ്ങൾ പോകുന്നു. ഇപ്പൊ അവസാനമായിട്ട് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യത്തേക്ക് എത്തിച്ച കൊടും ഭീകരൻ തഹാവൂർ റാണയെ അടക്കമുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ ഏതെല്ലാം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് എന്തെല്ലാം ബന്ധങ്ങളുണ്ട്, ഏതെല്ലാം ബന്ധങ്ങൾ അവർ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഈ ബന്ധങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മുടെ അന്നും ഈ തഹാവൂർ റാണ അടക്കം നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലടക്കം വരുന്ന സമയത്ത് ഇവിടെ ഒരു സർക്കാരുണ്ടായിരുന്നു, കേന്ദ്ര സർക്കാരുണ്ട്. അവരെന്താണ് അവർ ചെയ്തിട്ടുള്ളത്? എത്രയും ഭീകരാക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നു. പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാഷ്ട്രത്തിനെ കണ്ണുരുട്ടി വരെയും പേടിപ്പിക്കാൻ പോലുമുള്ള കപ്പാസിറ്റി ഇല്ലാത്ത, ഇത്രയും ശോഷിച്ചൊരു ശോചനീയമായിട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെ കണ്ണുരുട്ടി പേടിപ്പിക്കാൻ പോലുള്ള ധൈര്യമില്ലാത്ത ആളുകളായിരുന്നു ഭരണകൂടം. ഇവരെന്തിനാണ് ഇതുപോലെ ഈ രീതിയിൽ ഇത്രയും കാലം നമ്മുടെ രാജ്യത്ത് ഭരിച്ചത്? ഇപ്പോൾ രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിലൊക്കെ പോയിട്ട് അവിടെ കുറെ ആക്രമണത്തിൽ പരിക്കേറ്റ ആളുകളെ കണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇവിടെ ഇതിന് തൊട്ട് മുന്നേ നടന്ന ആക്രമണങ്ങളിലൊക്കെ ഇവന്മാർ വന്ന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് എന്താണ് ഇപ്പോഴാണോ വെളിവ് വന്നത്? ജിഹാദി ഭീകരവാദികൾക്കെതിരെ ഒരു ശബ്ദം പോലും ഉയർത്തുന്നില്ല. ഒരു രീതിയിൽ ഒരു പ്രസംഗം പോലും അല്ലെങ്കിൽ ഒരു പ്രതിഷേധം പോലും ഭീകരതക്കെതിരെ നമ്മുടെ രാജ്യത്ത് ഇവർ നടത്തിയിട്ടില്ല. ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടത്തിയിട്ടുണ്ട്? എത്രയോ ഭീകരാക്രമണങ്ങൾ ഈ രാഷ്ട്രത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് നടത്തിയിട്ടുണ്ട് ഈ ഭീകരവാദികൾ. ഏതെല്ലാം ഘട്ടങ്ങളിൽ അത് എത്രയോ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ മരിച്ചു. അപ്പൊ ഇതിനൊന്നും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള രീതിയിലേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ മുൻകാലങ്ങളിൽ ഭരിച്ചിരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിലേക്ക് ഇവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഇവർ കാണിച്ചിട്ടില്ല. അപ്പൊ ഈ ഉത്തരവാദിത്വ കുറവ് തന്നെയാണ് വിദ്യാർത്ഥി സംഘടന, ഇവരുമായിട്ട് സഹകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ പോലും പാലസ്തീന്റെ പതാക എല്ലാം എടുത്തുകൊണ്ട് തെരുവീതിയിലേക്ക് ഇറങ്ങി ഇത് പൊക്കിക്കാണിക്കുന്നത്. എന്തിനാണ് ഇത് പൊക്കിക്കാണിക്കുന്നത്? അപ്പൊ ഇനി പൊക്കിക്കാണിക്കേണ്ട, അതങ്ങോട്ട് കത്തിച്ചു കളഞ്ഞു എന്നുള്ള പരസ്യമായിട്ട് അവരെ കയ്യിൽ നിന്ന് തന്നെ പിടിച്ചു വാങ്ങി ഇതങ്ങോട്ട് കത്തിച്ചു കളഞ്ഞു. എത്രയോ സുന്ദരമായിട്ടുള്ളൊരു സംഭവമാണെന്നല്ലേ ദില്ലിയിൽ നടന്നത്. എന്താണെങ്കിലും ABVPക്ക് എല്ലാവിധ ആശംസകളും.